ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കാരിക്കേച്ചർ മിനി ഫ്രെയിംസിൻ്റെ കുട്ടി ഒരു പാക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഈ ഒരു ഫ്രെയിംസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 5 എണ്ണമാണ്. നമുക്ക് കോളേജ് സ്റ്റുഡൻസ് അവരുടെ ടീച്ചേഴ്സിന് ഫെയർവെല്ലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ വന്നതാണ്. അപ്പോൾ ഈ തന്ന സമയത്ത് നമുക്ക് ഈ കാരിക്കേച്ചർ ഫ്രെയിംസ് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റേതായ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ ക്ലിക്കായി സംഭവം, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനി പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ വെച്ചു. അപ്പോൾ ഇനി ബാക്കി എന്ന് പറയുന്നത് ഇത് 4x4 ആണ്, മിനി ഫ്രെയിമാണ് കേട്ടോ, 4 ഇഞ്ചിൻ്റെ ആണ്. അപ്പം ബാക്കിൽ ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ നമുക്ക് കടയിൽ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും, ബ്ലാക്ക് കളർ ഇൻസുലേഷൻ ടേപ്പ്. ഇല്ലെങ്കിൽ ചില ഫ്രെയിംസിൻ്റെ ഒക്കെ കൂടെയും ഇത് ബാക്കിൽ ഒട്ടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും ഒട്ടിച്ചിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പൊക്കെ ചിലപ്പോൾ നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്തൊക്കെ വിട്ടു പോരാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളിൽ ഡസ്റ്റൊക്കെ ഇടയ്ക്ക് കൂടെയൊക്കെ കയറും. അപ്പം അതുകൊണ്ട് ഇത് ഒട്ടിക്കുന്നത് നല്ലതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന എല്ലാ ഫ്രെയിംസും സ്റ്റാൻഡ് മോഡലാണ്, അതുപോലെ തന്നെ വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ ഫ്രെയിംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അവർക്ക് ഡയറക്റ്റ് കൊടുത്താൽ മതി, കൊറിയർ ചെയ്യേണ്ട. പിന്നെ ഇത് ഗിഫ്റ്റ് റാപ്പ് അവർക്ക് ജസ്റ്റ് പാക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ഗിഫ്റ്റ് റാപ്പ് അവർക്ക് ഓപ്പൺ ചെയ്തിട്ട് അവർ തന്നെ പാക്ക് ചെയ്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്. പിന്നെ നമ്മുടെ ലോഗോ അല്ല, നമ്മുടെ QR കോഡ് എൻ്റെ ഫ്രെയിമിൻ്റെ ബാക്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു QR കോഡ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമ്മളിതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ആണ്. ഇതുപോലെ എല്ലാത്തിൻ്റെയും നമുക്ക് വെക്കാം കേട്ടോ, വാട്സാപ്പൊക്കെ QR കോഡ്. അപ്പം നമ്മളത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ ഫ്രെയിംസും നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു QR കോഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് അത് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം സ്റ്റിക്ക് ചെയ്യുക. അത് നമ്മുടെ പേജിൻ്റെ ഒരു നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രെയിം. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അത് മനസ്സിലാക്കുമല്ലോ നമ്മുടെ പേജാണെന്ന്, ആരെങ്കിലും എടുത്ത് നോക്കും. പിന്നെ ഇത് ക്ലിംഗ് റാപ്പ് വെച്ചൊന്ന് റാപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഡസ്റ്റ് ഒന്നും കയറാതെയും അപ്പോൾ സ്റ്റഡി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിംഗ് റാപ്പൊക്കെ വെച്ചൊന്ന് സെക്യൂർ ആക്കുന്നത്. ഗ്ലാസ് ഫ്രെയിംസ് അല്ലേ, അപ്പം സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വീഴാതിരിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ തെർമോക്കോളിൻ്റെ ഒരു ചെറിയൊരു ഷീറ്റും വെച്ച് ബബിൾ റാപ്പ് വെച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിലും നമ്മൾ കുട്ടികളല്ലേ കൊണ്ടുപോകുന്നത് കാര്യങ്ങളും അവർ പലരും എടുക്കുന്നതൊക്കെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് നന്നായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെല്ലാത്തിലും ഇതേപോലെ ആ ഒരു ഗ്ലാസിൻ്റെ ആ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ നമ്മൾ തെർമോക്കോൾ വെക്കുന്നുള്ളൂ. നമ്മൾ കൊറിയർ ചെയ്യുകയാണെങ്കിൽ 4 പോർഷനിലും വെക്കുന്നുണ്ട്, ഇത് ഫ്രണ്ട് പോർഷനിൽ മാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ ബബിൾ റാപ്പും വെച്ച് നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു ബോക്സിലോട്ട് ഇതുപോലെ ബബിൾ റാപ്പ് വെച്ചിട്ട് ഈ ഒരു ഫ്രെയിംസ് എല്ലാം അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ആ ടീച്ചേഴ്സിൻ്റെയൊക്കെ പേര് എൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്, ഓരോ ഫ്രെയിമിൻ്റെയും ആ പാക്ക് ചെയ്തിട്ട്. അപ്പോൾ അവർക്ക് എടുക്കുമ്പം കറക്റ്റായിട്ട് കിട്ടുമല്ലോ, പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പം എന്നിട്ട് നമ്മളത് നന്നായിട്ട് പാക്ക് ചെയ്ത് ആ ബോക്സ് നന്നായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ എക്സ്ട്രാ നമുക്ക് അവർക്ക് ഗിഫ്റ്റ് റാപ്പും അതിൻ്റെ റിബൺസും കാര്യങ്ങളും എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിസിനസ് കാർഡും ലോഗോയും എല്ലാം വെച്ചു, ഒരു താങ്ക് യു സ്റ്റിക്കറും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി പാക്കിംഗ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും